ബൊഫേ സിസ്റ്റം ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്? നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് പോവുകയാണ്. ഒരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾക്ക് നമ്മളെ വിളിക്കുകയെന്ന് കൂട്ടിക്കോ. നമ്മൾ വിളിച്ച് നമ്മൾ പോയി അവിടെ ഭക്ഷണം എന്ന് പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണല്ലേ. എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കുന്ന ആണ് സദ്യ. സദ്യ ആണേലും ഏത് ഫങ്ഷൻ ആണേലും നമുക്ക് തിരിച്ചു പോരുമ്പോൾ ഒരു സംതൃപ്തിയോടെ പോകണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വായിക്ക് രുചിയായിട്ട് നമുക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിച്ചും കൂടെ പോരുന്നതാണ് എല്ലാവർക്കും. അതാണ് ഒരു സംതൃപ്തി. ഇവിടെയൊക്കെ നമ്മളൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ ഇരിക്കാൻ ചെയറും വെച്ച് കഴിക്കാൻ ടേബിളും ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സദ്യക്ക് പോയി കഴിയുമ്പോൾ എല്ലായിടത്തും, സദ്യക്കല്ല, നമ്മളൊരു ഫംഗ്ഷന് പോയി കഴിയുമ്പോൾ എവിടെ ഭൂരിഭാഗം സ്ഥലത്ത് ഇപ്പം ബൊഫേ സിസ്റ്റമാണ്. ബൊഫേ എന്ന് പറഞ്ഞു കഴിയുമ്പം ധാരാളം പേർക്ക് അത് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് എന്നുള്ളതാണ് എനിക്ക് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ തോന്നുന്ന ധാരാളം ആൾക്കാർ കാണുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ അഭിപ്രായമുള്ളവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പം ഞാനിപ്പം ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ, ഒരു വിവാഹത്തിനോ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ, നമ്മൾ ഒന്നാമത് ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോഴത്തേനും നമ്മളിങ്ങനെ വിശന്നിരിക്കുമായിരിക്കും. അപ്പം നമ്മൾ ഭക്ഷണത്തിൻ്റെ സമയമാകാൻ നോക്കിയിരിക്കുമായിരിക്കും. അപ്പം പലരും മാന്യത കാരണം ഇതൊന്നും പ്രകടിപ്പിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം സമയമാകുമ്പം നമ്മൾ അവിടെ ചെന്ന് ക്യൂ നിൽക്കണം. ഇപ്പം ധാരാളം പേരൊക്കെയുള്ള ഒരു ഫംഗ്ഷനാണെങ്കിൽ നമ്മൾ അങ്ങ് ക്യൂ നിന്ന് എത്ര നേരം നമ്മൾ എന്നാ ഈ പാത്രവും പിടിച്ചോണ്ട് ഇങ്ങനെ നിന്ന്, അല്ല അവിടെ ചെന്ന് കഴിഞ്ഞ പാത്രം നമ്മൾ നിന്ന് കാലും കഴിച്ച മടുത്ത്, അല്ലെങ്കിൽ തന്നെ നമ്മൾ മടുത്തായിരിക്കും ഇരിക്കുന്നത് കുറേ നേരം. ഓരോ ഇപ്പോൾ വിവാഹത്തിനാണെങ്കിൽ വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞിട്ട് മടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പാത്രവും പിടിച്ച് അവിടെ ചെന്ന് ഓരോ എന്നാ ഭക്ഷണം വിളമ്പി തരുന്നവരുടെ വിളമ്പുകാരുടെ മുന്നിൽ കൂടെ പാത്രം നീട്ടി നമ്മൾ അങ്ങ് പോകണം. അപ്പോൾ ഇവർ വിളമ്പി തരുവാണ്, മിക്ക സ്ഥലത്തും വിളമ്പി തരുകയാണ്. അപ്പോൾ ഈ വിളമ്പി തരുമ്പം അവർക്കൊരു കണക്കുണ്ട്. ആ കണക്ക് വെച്ചാണ് അവരാദ്യം വിളമ്പുന്നത്. അപ്പം അത് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിലും അത് പറയാനുള്ള മടി കാരണം വാങ്ങിക്കാതിരിക്കുന്നവരുണ്ട്. നമുക്കിപ്പോൾ കറിയൊക്കെ ആണെങ്കിൽ ചിലയിടത്തൊക്കെ ഫംഗ്ഷന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പേടിച്ചാണ് വിളമ്പുന്നത്. കറിയൊക്കെ വിളമ്പാനായിട്ട് അവർക്ക് മടിയാണ്. കൂടുതൽ ഇനി തവയിലോട്ട് കൂടുതൽ കയറിപ്പോവോ, സ്പൂണിലോട്ട് കൂടുതൽ കയറിപ്പോവോ എന്ന് ഓർത്തോണ്ട് വിഷമിച്ചൊക്കെയാണ് ഇവരൊക്കെ വിളമ്പുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ട്രിപ്പ് ഇപ്പോൾ സ്റ്റാർട്ടറൊക്കെ ആണെങ്കിലും വിളമ്പി അവിടെ പോയി ഇരുന്ന് കഴിച്ചു കഴിഞ്ഞ് ഇപ്പം നമ്മൾ നല്ല തിരക്കുള്ള സ്ഥലമാണെങ്കിൽ, ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഇരിക്കാൻ നമ്മളിരുന്ന സീറ്റൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് എനിക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്റ്റാർട്ടറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ എല്ലാവരും ഇത്രയും ആൾക്കാരില്ലേ, ഇവരെല്ലാം ക്യൂ നിന്ന് എടുത്തുകൊണ്ട് പോയി സ്റ്റാർട്ടറൊക്കെ കഴിക്കുമ്പോഴത്തേനും ഒരു സമയമാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെയിൻ മീലിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം. അപ്പം ഇരുന്ന് പിന്നെയും നമ്മൾ കണ്ണ് കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. മടുത്ത എന്നാ ഒരല്പം ഭക്ഷണം കഴിച്ചു, എന്നാൽ തൃപ്തിയായും ഇല്ല, വിശക്കൊന്നും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മളിങ്ങനെ നോക്കിയിരുന്ന് കഴിയുമ്പോൾ പിന്നെ മെയിനിലുള്ളതായി പിന്നെയും നമ്മൾ ഈ പാത്രം കൊണ്ട് അവിടെ പോയി പിന്നെ ഇങ്ങനെ ക്യൂ നിൽക്കണം. ഈ എച്ചിൽ പാത്രവും പിടിച്ച് ക്യൂ നിന്ന് പിന്നെ അവർ വിളമ്പി തരുന്നതും മേടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വരുവാണ്. തിരിച്ചു വന്നിരിക്കുമ്പം പിന്നെ സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് അതൊക്കെ ഇത് കൈ പിടിച്ച് വേണം കഴിക്കാൻ. കൈ പിടിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സെ കൂടെ എല്ലാം ആകും. അതുപോലെ തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ആൾക്കാർ നടക്കുമല്ലേ, അപ്പം നമ്മുടെ ഇരിക്കുന്നതിന് മുന്നിൽക്കൂടെ ആൾക്കാർ പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വീഴാൻ പോലും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു രീതിയാണ് ഇപ്പം മിക്ക ഫംഗ്ഷനും പോയി കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഈ ഭക്ഷണമെല്ലാം കഴിച്ച് മെയിൻ മീലാണേലും കഴിച്ച് ഇപ്പം ചിലർക്കൊക്കെ ഇവർ വിളമ്പി തരുന്ന കുറച്ച് ഭക്ഷണം കൊണ്ട് മതിയാകല്ല, കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നവർ കാണും. പക്ഷെ അവർക്കും രണ്ടാമത് പിന്നെയും പോയി എല്ലാവരുടെയും പുറകിൽ പോയി ക്യൂ നിൽക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ വേണ്ട,
ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടെന്നുള്ള ഒരു ഇതിലേക്ക് വരും. പക്ഷെ അവരൊക്കെ അത് മനസ്സിന് അത്ര വലിയ സന്തോഷം തോന്നുകയില്ല. അപ്പോൾ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷകരമായിട്ട് അല്ലാതെ ഫീൽ ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. പക്ഷെ ആരും തുറന്ന് പറയുകയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആരെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു, നിങ്ങൾക്ക് ചുമ്മാ ഒരു മേനിക്ക് പറഞ്ഞിട്ടിങ്ങ് പോരും. അപ്പം എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആൾക്കാരെ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം, വിളമ്പി കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അങ്ങനെയുള്ള അതിനുള്ള ഇപ്പം 1000-2000 ആൾക്കാരെ ഒന്നും വിളിച്ചില്ലെങ്കിലും നമുക്ക് സൗകര്യപൂർവ്വം വരുന്ന ആൾക്കാർക്ക് സൗകര്യമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആ സൗകര്യം ഒരുക്കിയിട്ട് അത്രയും പേരെ വിളിച്ചാൽ മതി. അപ്പോൾ വരുന്നവർ സംതൃപ്തിയോടെ പോകും. പലരും ഗിഫ്റ്റും എല്ലാം മേടിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് യാത്രക്കൂലി എല്ലാം മുടക്കി നമ്മളെ കല്യാണത്തിന് വിളിച്ചതല്ലേ, അല്ലെ ഒരു ഫംഗ്ഷന് വിളിച്ചതല്ലേ എന്നൊക്കെ ഓർത്ത് മടുത്ത് വിഷമിച്ച് അവനവൻ്റെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ഈ ചെല്ലുന്നത്. ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇച്ചിരി പ്രായമായവർക്കൊക്കെ അവിടെ വേദന, ഇവിടെ കാലിന് വേദന, കൈക്ക് വേദന, നടുവേദന, അങ്ങനെ വേദനകളുടെ ഒരു കൂമ്പാരമായിരിക്കും. അപ്പോൾ കുറേ നേരം ഇരുന്ന് നിന്നും കാലും എല്ലാം കട്ട് കഴിച്ചിരിക്കുമ്പോഴാണ് പിന്നെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം പോയി ക്യൂ നിൽക്കേണ്ടത്. വേറൊരു കൂട്ടരുണ്ട് ഇപ്പം ഇപ്പം കാലിനോ കൈക്കോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുള്ളവർ, നടുവിനൊക്കെ പ്രശ്നം മൂലം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ കുറേ നേരം നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇവരെല്ലാം വീണ്ടും ഈ ക്യൂവിൻ്റെ പുറകെ പോയി നിൽക്കുക എന്നുള്ള അവർക്കൊന്നും പ്രത്യേക ഒരു കൺസിഡറേഷൻ കൊടുത്തൊന്നും കാണുന്നില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ ബൊഫേ സിസ്റ്റം എന്ന് പറയുന്നത് നിവൃത്തി ഉണ്ടെങ്കിൽ പറ്റുന്നിടത്തോളം ആൾക്കാരെ ഈ ബൊഫേ സിസ്റ്റം മാറ്റി ഇരുന്ന് കഴിക്കാനുള്ള, ഇപ്പം ഏത് ഭക്ഷണമാണെങ്കിലും അവർക്ക് ഇരുന്ന് സമാധാനത്തിൽ കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയും, ഇരുന്ന് കഴിക്കാൻ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ട ആ ഒരു അവസ്ഥ വരികയില്ല. വിശന്ന് കുടൽ കരിഞ്ഞ് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വരികയില്ല. അങ്ങനെ മറ്റുള്ളവർ കഴിക്കുന്നത് നോക്കി ഇങ്ങനെ നോക്കി ക്യൂ നിന്നുകൊണ്ടിരിക്കുന്നത് അതൊരു നമ്മൾ നോക്കുമ്പോൾ ഒരു മോശമായ ഒരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ സദ്യ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് പണ്ടത്തെ രീതിയിലേക്ക് നമ്മൾ പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. കൂടുതൽ ആൾക്കാരെ വിളിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഉള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക, അല്ലാതെ അടുത്ത് കൂടുതൽ ആൾക്കാരെ വിളിക്കാതിരിക്കുക. ചെറിയ ഫംഗ്ഷൻ വെച്ചാൽ മതി, ഉള്ളത് നല്ല രീതിയിൽ ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അതാണ് ഏറ്റവും നല്ലതല്ലേ. ഇപ്പം ധാരാളം അമ്മമാരുണ്ട്. ആണുങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഇത് വലിയ വിഷയമല്ല. ഈ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ, പിന്നെ അതുപോലെ തന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, അതായത് ഇച്ചിരി അന്തർമുഖരായിട്ടുള്ളവരൊക്കെ കാണും. അവർക്കൊക്കെ ഇങ്ങനെ പിന്നെ എഴുന്നേറ്റ് ചെന്ന് മറ്റുള്ളവരുടെ മുന്നേ കൂടെ പോയി പിന്നെയും മേടിച്ചുകൊണ്ട് വരാനൊക്കെ ഒരു മടിയുള്ളവരുണ്ട്. അവർക്കൊക്കെ ഇത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും അങ്ങനെയുള്ളപ്പം നമ്മൾ പറ്റുന്നത്ര ഫംഗ്ഷനൊക്കെ പറ്റിയല്ല, വേണ്ട, ഒഴിവാക്കാൻ നോക്കൂല്ലേ. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇപ്പം കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവരുടെ അഭിപ്രായം, ഇത് കേൾക്കുന്നവരൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. അപ്പം നമുക്കറിയാമല്ലോ എത്ര പേര് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, എത്ര പേർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.